ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 3ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന യൂണിറ്റ് 2 ഫെസ്റ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് എക്സ്പ്ലനേഷനും എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിൻ്റെ ആക്ടിവിറ്റീസാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി നമ്പർ 1, ദ പിക്ചേഴ്സ് ഓഫ് ജൂലിയാസ് ഫ്രണ്ട്സ് ആർ ഗിവൻ ബിലോ. അപ്പോൾ എന്താണ്, ജൂലിയയുടെ ഫ്രണ്ട്സിൻ്റെ ബുക്കിലത്തെ പിക്ചേഴ്സാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ് ദയർ നെയിംസ് ഇൻ ദ കോളംസ്. അപ്പോൾ അവ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക, എന്നിട്ട് അവരുടെ പേര് എഴുതുക. അപ്പോൾ വെയിലുണ്ട്, ഒക്ടോപ്പസ് ഉണ്ട്, ക്രാബ് ഉണ്ട്, ഷാർക്ക് ഉണ്ട്, ജെല്ലി ഫിഷ് ഉണ്ട്, മാക്രയിൽ ഉണ്ട്, സ്റ്റാർ ഫിഷ് ഉണ്ട്, പ്രോൺ ഉണ്ട്. അപ്പോൾ ആദ്യത്തേത് ഷാർക്കാണ്. അപ്പോൾ അതിൻ്റെ താഴെ ഷാർക്ക് എന്ന് എഴുതി കൊടുക്കുക. രണ്ടാമത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം, അതാരാണ്? സ്റ്റാർ ഫിഷ്. സ്റ്റാറിൻ്റെ ഷേപ്പാണ്, അതാണ് സ്റ്റാർ ഫിഷ്. ഇനി അടുത്തത് ആരാ? ജെല്ലി ഫിഷ്. ദെൻ അടുത്തത് മക്കാരൽ. പിന്നെ അടുത്തത് ആരാ? പ്രോൺ. നമുക്ക് എല്ലാവർക്കും അറിയാം പ്രോണിന്, പ്രോൺ. ഇനി നെക്സ്റ്റ് എന്താ? ക്രാബിന് എന്താണ്? ദെൻ ഒക്ടോപ്പസ് ആണ്. ദെൻ വെയിൽ, ബ്ലൂ വെയിൽ എന്നും പറയും. ഇവിടെ വെയിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ വെയിൽ. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Then activity 2, some words are given below. Classify them into fruits and vegetables. Add more items in the list. അപ്പോൾ എന്താണ്, കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും തന്നിട്ടുണ്ട്. അപ്പോൾ അത് ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുക. ദെൻ വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അടിയിൽ എഴുതി കൊടുക്കുക. പൊമഗ്രാനേറ്റ് എന്താണ്? പൊമഗ്രാനേറ്റ് ഉണ്ട്. ദെൻ ബ്രോക്കോളി ഉണ്ട്, ആപ്പിൾ ഉണ്ട്, ഗ്രേപ്സ് ഉണ്ട്, ക്യാരറ്റ് ഉണ്ട്, പൊട്ടാറ്റോ ഉണ്ട്, ക്യൂക്കമ്പർ ഉണ്ട്, സ്ട്രോബെറി ഉണ്ട്, പൈനാപ്പിൾ, കോളിഫ്ലവർ, അവക്കാഡോ, വാട്ടർമെലൺ, ബീൻസ്, പീസ്, റാഡിഷ്, ബ്ലൂബെറി, കിവി, പപ്പായ, കേബേജ്, പ്ലം, പിയർ, ബീട്രൂട്ട്, ലേഡീസ് ഫിംഗർ, സ്പിനാച്ച്, ടൊമാറ്റോ, ഓറഞ്ച്, ചെറി. അപ്പോൾ ഇത് പേര് വായിക്കുമ്പോൾ തന്നെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഫ്രൂട്ട്സ് ആണോ വെജിറ്റബിൾസ് ആണോ എന്ന്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഫ്രൂട്ട്സിൻ്റെ അടിയിൽ എഴുതി കൊടുക്കണം. ദെൻ വെജിറ്റബിൾസ് ആണെങ്കിൽ വെജിറ്റബിൾസിൻ്റെ അടിയിൽ എഴുതി കൊടുക്കണം. അപ്പോൾ ഫ്രൂട്ട്സിൽ ഒന്ന് അവർ തന്നിട്ടുണ്ട്, എന്താണ്? പൊമഗ്രാനേറ്റ്. പിന്നെ വെജിറ്റബിൾസ് ആണെങ്കിൽ ക്യാരറ്റ്. അപ്പോൾ ബാക്കി നമുക്ക് എഴുതി നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സിൽ ഏതൊക്കെ വരും? പൊമഗ്രാനേറ്റ്, ആപ്പിൾ, ഗ്രേപ്സ്, സ്ട്രോബെറി, പൈനാപ്പിൾ, അവക്കാഡോ, വാട്ടർമെലൺ, ബ്ലൂബെറി, കിവി, പപ്പായ, പ്ലം, പിയർ, ഓറഞ്ച്, ചെറി. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഫ്രൂട്ട്സിൽ വരും. ദെൻ നെക്സ്റ്റ് വെജിറ്റബിൾസിൽ ഏതൊക്കെ വരിക? ബ്രോക്കോളി, ക്യാരറ്റ്, പൊട്ടാറ്റോ, ക്യൂക്കമ്പർ, കോളിഫ്ലവർ, ബീൻസ്, പീസ്, റാഡിഷ്, cabbage, beetroot, lady's finger, spinach and tomato. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്രൂട്ട്സിൻ്റെ അടിയിലും വെജിറ്റബിൾസിൻ്റെ അടിയിലും എഴുതുക. ഇനി അടുത്തത് ആക്ടിവിറ്റി 3 ആണ്. ദ റെസിപ്പി ഓഫ് വെജിറ്റബിൾ സലാഡ് ഇസ് ഗിവൺ ഇൻ ദ ബോക്സ്. റീഡ് ഇറ്റ്. അപ്പോൾ എന്താണ്? വെജിറ്റബിൾ സാലഡിൻ്റെ റെസിപ്പിയാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ടേക്ക് സം വെജിറ്റബിൾസ് ദാറ്റ് ക്യാൻ ബി ഈറ്റൻ റോ. എന്താണ്? പച്ചക്ക് കഴിക്കാൻ പറ്റിയ കുറച്ച് വെജിറ്റബിൾസ് എടുക്കുക. വാഷ് ദം, എന്നിട്ട് അത് എന്ത് ചെയ്യുക? നന്നായി കഴുകുക. പീൽ ദ സ്കിൻ ഇഫ് നീഡഡ്. അപ്പോൾ ആവശ്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്കിന്ന് പീൽ ചെയ്ത് കളയുക. ചോപ്പ് ദം ഇൻ ടു പീസസ്. പിന്നെ എന്താണ്? അത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയുക. പുട്ട് ദം ഇൻ ടു എ ബൗൾ. പിന്നെ എന്ത് ചെയ്യണം? പിന്നെ നമ്മളതൊരു ബൗളിലേക്ക് ഇടണം. ആഡ് എ പിഞ്ച് ഓഫ് സാൾട്ട് ആൻഡ് പെപ്പർ. എന്താണ്? ഒരു നുള്ള് സോൾട്ടും അതുപോലെ തന്നെ പെപ്പറും ഇടുക. ഇത് സാലഡ് ഈസ് റെഡി. അപ്പോൾ എന്താണ്? ഇത് സാലഡ് റെഡിയായി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഒരു വെജിറ്റബിൾ സാലഡ് ഉണ്ടാക്കുക. Now let's make a fruit salad. How do we make a fruit salad? അപ്പോൾ എന്താണ്? ഇനി നമുക്ക് ഫ്രൂട്ട് സാലഡ് ഈ പറഞ്ഞ പോലെ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് നമ്മൾ ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുക? അപ്പോൾ നോക്കി നോക്കാം. മൈ റെസിപ്പി. ടേക്ക് സം ഓഫ് യുവർ ഫേവറേറ്റ് ഫ്രൂട്ട്സ്. അപ്പോൾ എന്താണ്? നമുക്ക് ഇഷ്ടമായിട്ടുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് എടുക്കുക. പീൽ ദെയർ സ്കിൻ ഇഫ് ഇറ്റ്സ് നീഡഡ്. അപ്പോൾ എന്താ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒരു സ്കിന്ന് പീൽ ചെയ്യുക. വാഷ് ദം. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ നന്നായി വാഷ് ചെയ്യണം. കട്ട് ദം ഇൻ ടു സ്മോൾ പീസസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യണം. പുട്ട് ദം ഇൻ ടു എ ബൗൾ. പിന്നെ എന്താണ്? ഒരു ബൗളിലേക്ക് ഇതൊക്കെ ഇടണം. ആഡ് യുവർ ഫേവറേറ്റ് ഐസ്ക്രീം ഓർ കസ്റ്റാർഡ്
കസ്റ്റാർഡ് മിക്സ് ഇൻ ടു ഇറ്റ്. പിന്നെന്താ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഐസ്ക്രീമോ അല്ലെങ്കിൽ കസ്റ്റാർഡോ അതിലേക്ക് ഇടുക. ദ ഫ്രൂട്ട് സാലഡ് ഈസ് റെഡി. അപ്പോൾ എന്താണ് നമ്മുടെ ഫ്രൂട്ട് സാലഡ് റെഡിയായി. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി വെക്കാം. Observe the picture, identify the fruits and vegetables in the shop and write them below. അപ്പോൾ എന്താണ്, ഈ കടയിൽ ഒരുപാട് ഫ്രൂട്ട്സും ഉണ്ട് വെജിറ്റബിൾസും ഉണ്ട്. അപ്പോൾ ആദ്യം കൂട്ടുകാർ അതൊക്കെ ഒന്ന് നോക്കുക. അത് നോക്കിയിട്ട് ഫ്രൂട്ട്സിൻ്റെ താഴെ ഫ്രൂട്ട്സ്, ഈ കടയിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ടെന്ന് വെച്ചാൽ അത് എഴുതി കൊടുക്കുക. ദെൻ വെജിറ്റബിൾസിൻ്റെ താഴെ ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടെന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ആദ്യം കൂട്ടുകാർ ഈ ചിത്രം ഒന്ന് നന്നായി നോക്കുക. ഓക്കെ, എന്നിട്ട് അതിൻ്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക. ദെൻ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ അടിയിൽ ഫ്രൂട്ട്സും വെജിറ്റബിൾസിൻ്റെ അടിയിൽ വെജിറ്റബിൾസും എഴുതി നോക്കാം. അപ്പോൾ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ്? വാട്ടർമെലൺ, ജാക്ക് ഫ്രൂട്ട്, ബനാന, ഓറഞ്ച്, ഗുവ, പൈനാപ്പിൾ, മാംഗോ, ബ്ലൂബെറി, കസ്റ്റാർഡ് ആപ്പിൾ. ഇനി വെജിറ്റബിൾസിൻ്റെ താഴെ ഏതൊക്കെ വരും? സ്പിനാച്ച്, പംകിൻ, പൊട്ടാറ്റോ, ടൊമാറ്റോ, ബിറ്റർ ഗാർഡ്, ക്യാരറ്റ്, cabbage, tapioca, yam, snake gourd. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ആക്ടിവിറ്റി 5, പ്രിപ്പയർ ആൻ ആൽബം കളക്ടിങ് പിക്ചേഴ്സ് ഓഫ് വാരിയസ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. അപ്പോൾ എന്താണ് കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു ആൽബം ഉണ്ടാക്കുക. എന്താണ്, വാരിയസ് ഫ്രൂട്ട്സും അതുപോലെ വെജിറ്റബിൾസും, ഡിഫറെൻറ്റ് ടൈപ്സസ് ഓഫ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്സസ് ഓഫ് വെജിറ്റബിൾസും യൂസ് ചെയ്തിട്ട് ഒരു ആൽബം ഉണ്ടാക്കുക. ഓക്കെ. Activity 6, rewrite the sentences in the given format. A mermaid in a beautiful dress appears near the window. അപ്പോൾ ഇത് ഈ സെൻറ്റൻസ് എങ്ങനെയാണ് ചേഞ്ച് ആയത്? എ മെർമെയ്ഡ് ഇൻ എ ബ്യൂട്ടിഫുൾ ഡ്രസ് അപ്പിയേർഡ് നിയർ ദ വിൻഡോ. അപ്പിയേർഡ് നിയർ ദ വിൻഡോ. അപ്പോൾ ഇതുപോലെ, അതായത് പാസ്റ്റ് ടെൻസിലേക്കായില്ലേ. അപ്പോൾ ഇതുപോലെ ഈ തന്നിരിക്കുന്ന സെൻറ്റൻസസ് എഴുതണം. ആദ്യത്തെ, ദ ജെല്ലി ഫിഷ് ബ്രിങ്സ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. അപ്പോൾ ഇതെങ്ങനെ നമുക്ക് മാറ്റാനായിട്ട് പറ്റും? എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദ ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ബ്രിങ്സ് മാറി ബ്രോട്ടായി. ദ ജെല്ലി ഫിഷ് ബ്രോഡ് ഗ്ലിൻറ്റിംഗ് ലൈറ്റ്സ്. ഇനി അടുത്തത് ഏതാ? ദ വെയിൽസ് കം വിത്ത് ജിംഗ്ലിംഗ് ബാങ്കിൾസ്. അപ്പോൾ ഇത് നമുക്ക് മാറ്റിയിട്ട് എങ്ങനെ എഴുതാനായിട്ട് പറ്റും? ദ വെയിൽസ് കെയിം വിത്ത് ജിംഗ്ലിംഗ് ബാങ്കിൾസ്. അപ്പോൾ എന്താണ്, കമ്മ് മാറിയിട്ട് കെയിമായി. ഇനി അടുത്തത്, ദ ഡോൾഫിൻസ് ക്യാരി ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ അതെങ്ങനെയാവും? ദ ഡോൾഫിൻസ് ക്യാരീഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവേഴ്സ്. അപ്പോൾ ക്യാരി മാറിയിട്ട് ക്യാരീഡ് ആവും. ഇനി അടുത്തത് ജൂലിയ സ്മൈൽസ് ആണ്. അപ്പോൾ അതെങ്ങനെ വരും? ഇപ്പോൾ ജൂലിയ സ്മൈൽസ് എന്നത് ജൂലിയ സ്മൈൽഡ് എന്നാവും. സ്മൈൽസ് സ്മൈൽഡ് എന്നാവും. ഇനി പാർട്ടി ബിഗിൻസ് ആണെങ്കിലോ ദ പാർട്ടി ബിഗൻ എന്നാവും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 7, look at the picture given below. The word underline indicate a group. എന്താണ് ഈ അണ്ടർലൈൻ ചെയ്ത വേർഡ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പിനെയാണ്. അപ്പോൾ ഒരു ഫിഷ് ആണെങ്കിൽ എ ഫിഷ് എന്ന് പറയും. ദെൻ കുറേ ഫിഷ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താ, ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷിന് നമ്മൾ പറയുക എ സ്കൂൾ ഓഫ് ഫിഷ് എന്നാണ്. എന്താണ്? സ്കൂൾ എന്നാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഫിഷിനെ നമ്മൾ പറയുക, എ സ്കൂൾ ഓഫ് ഫിഷ്. ഇനി ബനാനയാണെങ്കിലോ എ ബനാന എന്ന് പറയും. ദെൻ കുറേ ബനാന ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എ ബഞ്ച് ഓഫ് ബനാനാസ്. എന്താണ്? എ ബഞ്ച് ഓഫ് ബനാനാസ്. ഇനി ഡോഗ്, ഒരു ഡോഗ് ആണെങ്കിൽ നമ്മൾ എ ഡോഗ് എന്ന് പറയും. ദെൻ കുറച്ചധികം ഒരു ഗ്രൂപ്പ് ഓഫ് ഡോഗ്സ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എ പാക്ക് ഓഫ് ഡോഗ്സ്. എന്താണ്? എ പാക്ക് ഓഫ് ഡോഗ്സ് എന്ന് പറയും. അപ്പോൾ ഇനി ഇതുപോലെ ഈ ബാക്കിയുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഇനി അടുത്തതൊരു പ്ലെയേഴ്സാണ്. അപ്പോൾ പ്ലെയേഴ്സിൻ്റെ ഗ്രൂപ്പിനെ നമ്മൾ എന്ത് പറയും? എ ടീം ഓഫ് പ്ലെയേഴ്സ്. എന്താണ്? എ ടീം ഓഫ് പ്ലെയേഴ്സ്. ഇനി അടുത്തത് ഷീപ്പിൻ്റെ ഗ്രൂപ്പാണ്. അതിന് നമ്മൾ എ ഹേർഡ് ഓഫ് ഷീപ്പ് എന്നാണ് പറയുക. എന്താണ്? എ ഹേർഡ് ഓഫ് ഷീപ്സ്. ഇനി നെക്സ്റ്റ് എന്താ? കീസാണ്. കീസിനെ നമ്മൾ എന്ത് പറയും? ബനാനാസിൻ്റെ പോലെ തന്നെ എ ബഞ്ച് ഓഫ് കീസ് എന്ന് പറയും. ഓക്കെ, ഇതിന് അടുത്ത ആക്ടിവിറ്റി 8 എന്താ? കംപ്ലീറ്റ് ദ ഫോളോയിങ് പിക്ചേഴ്സ് ബൈ ജോയിനിങ് ദ ഡോട്ട്സ്, ദെൻ കളർ ഇറ്റ്, റൈറ്റ് എ കോൺവേഴ്സേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. അപ്പോൾ എന്താണ്? ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പിക്ചർ 1, 2, 3 നമുക്കറിയാം, നമ്മൾ കളിക്കുടുക്കയിലും അതുപോലെ തന്നെ മാജിക് ബോർഡിലൊക്കെ ചെയ്യണ പോലെ ആ ഡോട്ട്സ് വെച്ചിട്ട് ഇങ്ങനെ 1-ന്ന് 2-ക്ക് വരക്കുക, 2-ന്ന് 3-ക്ക് വരക്കുക. ദെൻ അപ്പോൾ നമുക്ക് ഈ ഫിഗർ കംപ്ലീറ്റ് ആയിട്ട് കിട്ടും. ദെൻ ഈ ഫിഗർ കൂട്ടുകാർ എന്ത് ചെയ്യണം? കളർ ചെയ്യണം.
ദെൻ അടുത്തത് എന്താ, റൈറ്റ് എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ദ മെർമെയ്ഡ് ആൻഡ് ദ ഗോൾഡ് ഫിഷ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ മെർമെയ്ഡും അതുപോലെ തന്നെ ഗോൾഡ് ഫിഷും തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എഴുതണം. അപ്പോൾ നമുക്ക് ആ കോൺവെർസേഷൻ എഴുതി നോക്കാം. Mermaid: Hi my dear goldfish, many more happy returns of the day my dear Princess Julia. അപ്പോൾ എന്താണ് മെർമെയ്ഡ് ഹായ് പറയാണ് ഗോൾഡ് ഫിഷിനോട്. ദെൻ ഗോൾഡ് ഫിഷ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. ദെൻ മെർമെയ്ഡ് താങ്ക് യു സോ മച്ച് ഡിയർ ഗോൾഡ് ഫിഷ്, യു ആർ ലുക്കിംഗ് സോ പ്രെറ്റി ടുഡേ. അപ്പോൾ നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ദ ക്രൗൺ യു വോർ മേക്ക് യു മോർ പ്രെറ്റി. അപ്പോൾ നീ ഇട്ടിരിക്കുന്ന ക്രൗണാണ് നിന്നെ ഒന്നും കൂടി ഭംഗിയാക്കുന്നത്. അപ്പോൾ മെർമെയ്ഡ് താങ്ക് യു സോ മച്ച് ഫോർ യുവർ കോംപ്ലിമെൻറ്റ്, നിൻ്റെ കോംപ്ലിമെൻറ്റിന് നന്ദി എന്ന് പറയാണ്. Then goldfish, I am really sorry my princess, I didn't bring anything for you as a gift. അപ്പം എന്താണ്, ഞാൻ നിനക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാണ്. Then mermaid, it's okay dear, no need of it, your presence made my day, don't worry dear, it doesn't matter, let's begin the party and enjoy. അപ്പോൾ എന്താണ്, അത് കുഴപ്പമില്ല, നിൻ്റെ പ്രസൻസ് തന്നെ എനിക്ക് വളരെയധികം സന്തോഷമാണ്, അതാണ് എൻ്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്, നമുക്ക് പാർട്ടി തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആ കോൺവേഴ്സേഷൻ അവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണ് നോക്കി നോക്കാം. Next activity 9, we use plastic material for various purposes but plastic waste is harmful. Design a poster in your notebook against plastic pollution. അപ്പോൾ കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ്, ഒരു പോസ്റ്റർ തയ്യാറാക്കുക. എന്താണ്, എഗെയിൻസ്റ്റ് പ്ലാസ്റ്റിക് പൊല്യൂഷനെ കുറിച്ചിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കുക. പിക്ചറൊക്കെ വരച്ചിട്ട് അത് കളർഫുള്ളായിട്ട് വേണം തയ്യാറാക്കാൻ. ഒരു എക്സാമ്പിൾ താഴെ കൊടുത്തിട്ടുണ്ട്, സേ നോ ടു പ്ലാസ്റ്റിക്. ഓക്കെ, അപ്പോൾ അതുപോലെ കൂട്ടുകാർ തയ്യാറാക്കുക. നമുക്ക് അടുത്ത ആക്ടിവിറ്റിയിലോട്ട് കടക്കാം. ആക്ടിവിറ്റി 10. അപ്പോൾ ആക്ടിവിറ്റി എന്താ, ഒരു പേപ്പർ ഫിഷിനെ എങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ കൂട്ടുകാർ ഈ ചിത്രത്തിൽ കാണിക്കുന്നത് പോലെ ഈ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് ഈ പിക്ചറിൽ കാണിക്കുന്നത് പോലെ കാണിച്ചിട്ട് എന്ത് ചെയ്യണം, പേപ്പർ ഫിഷ് ഉണ്ടാക്കണം. ലാസ്റ്റ് പേപ്പർ ഫിഷിന് ഐസും സ്കെയിൽസും ഒക്കെ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അത് ഫിഷ് ആവും. അപ്പോൾ അത് കൂട്ടുകാർ ചെയ്ത് നോക്കുക. ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 11, read the following poem, complete the poem and give a suitable title. അപ്പോൾ ടൈറ്റിൽ നമുക്ക് എന്ത് കൊടുക്കാം, വാട്ടറിനെ കുറിച്ചിട്ടൊരു പോമാണ്. അപ്പോൾ നമുക്ക് വാട്ടർ എന്ന് തന്നെ കൊടുക്കാം. ഓക്കെ, വാട്ടർ ഈസ് ഹിയർ, ഇറ്റ് ഈസ് സോ ഫ്രഷ്, flows down from hills, cheers up and thrills. Water is clear, it is so nice, flows down from hills, cheers up and thrills. അപ്പോൾ ഈ നമുക്ക് എന്ത് എഴുതാം, വാട്ടർ ഈസ് പ്യുവർ, ഇറ്റ് ഈസ് സോ കൂൾ എന്ന് എഴുതാം. ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അപ്പ് ആൻഡ് ത്രിൽസ്. ദെൻ വാട്ടർ ഈസ് ഡിയർ, ഇറ്റ് ഈസ് സോ സോഫ്റ്റ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അപ്പ് ആൻഡ് ത്രിൽസ്. വാട്ടർ ഈസ് ours, ഇറ്റ്സ് സോ പ്രിഷ്യസ്, ഫ്ലോസ് ഡൗൺ ഫ്രം ഹിൽസ്, ചിയേഴ്സ് അപ്പ് ആൻഡ് ത്രിൽസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാവുന്നതാണ്. ആക്ടിവിറ്റി 12, റൈറ്റ് മോർ എക്സ്പ്രഷൻ സിമിലർ ടു ദ one given below. അപ്പോൾ സോ യമ്മി, സോ ഡെലീഷ്യസ്, സോ ബ്യൂട്ടിഫുൾ, സോ എലഗൻറ്റ്. അപ്പോൾ നമുക്കിനി ബാക്കി എന്തൊക്കെയാ, സോ പ്രെറ്റി, സോ ബ്യൂട്ടിഫുൾ, സോ ഹാൻസം, സോ ഗ്രേറ്റ്, സോ യമ്മി, സോ ഡെലീഷ്യസ് എന്നൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. Activity 13 എന്താ, recast the story in my words. Who is this? What did he see in the deep sea? Who appeared near the window? What was the celebration in the palace? Who made a whistling sound? What were the boatmen doing? What did the shark do? Did the princess punish the boatman? What did she do? ഓക്കെ, അപ്പോൾ കുറച്ച് ഈവൻറ്റ്സ് തന്നിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്, യു മേ ഡ്രോ പിക്ചേഴ്സ് ആസ് വെൽ. അപ്പോൾ ഈ തന്നിരിക്കുന്ന പോയിൻറ്റ്സ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സ്റ്റോറി നറേറ്റ് ചെയ്യണം. നമ്മൾ നമ്മുടെ വേർഡ്സിൽ സ്റ്റോറി എഴുതണം, നമ്മൾ പിക്ചറും വരയ്ക്കണം. അപ്പോൾ കൂട്ടുകാർ പിക്ചർ വരയ്ക്കുക, സ്റ്റോറി നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് നോക്കാം. One day, a goldfish was swimming in the sea. He saw his friends swimming in the same way. അപ്പോൾ എന്താണ്, ഒരു ദിവസം ഈ ഗോൾഡ് ഫിഷ് ഇങ്ങനെ സ്വിം ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗോൾഡ് ഫിഷ് കണ്ടു, എന്താണ്, ഈ ഗോൾഡ് ഫിഷിൻ്റെ ഫ്രണ്ട്സും ഈ സെയിം വേയിൽ ഇങ്ങനെ സ്വിം ചെയ്ത് പോണത് കണ്ടു. He too followed them. എന്നിട്ട് എന്ത് ചെയ്തു, ഈ ഗോൾഡ് ഫിഷ് അവരെ ഫോളോ ചെയ്തു. He reached near a beautiful palace. എന്നിട്ട് അവരെവിടെ എത്തി, ഒരു ബ്യൂട്ടിഫുൾ പാലസിൻ്റെ അവിടെ എത്തി. The palace was decorated with gems and pearls. അപ്പോൾ എന്താണ്, ഈ പാലസ് നല്ല ജെംസും പേൾസും ഒക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്.
At that time, a beautiful mermaid appeared near the palace window. അപ്പോൾ എന്താണ് പാലസിൻ്റെ വിൻഡോൻ്റെ അവിടെ ആയിട്ട് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെർമെയ്ഡ് അപ്പോൾ വന്നു. All the friends of the goldfish presented gifts to the mermaid and wished her a happy birthday. അപ്പോൾ എല്ലാവരും ആ മെർമെയ്ഡിന് ഗിഫ്റ്റ് കൊടുത്തു, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞു. They cut the cake and began the birthday party. അപ്പോൾ എന്താണ് ആ ഒരു കേക്ക് കട്ട് ചെയ്തിട്ട് ഒരു ബർത്ത്ഡേ പാർട്ടി തുടങ്ങി. They played music and started to dance. അപ്പോൾ അവർ പാട്ടൊക്കെ വെച്ചിട്ട് ഡാൻസ് കളിക്കാനായിട്ട് തുടങ്ങി. At that time suddenly a dolphin whistled loudly. അപ്പോൾ ആ സമയത്താണ് എന്തുണ്ടായത്, ഒരു ഡോൾഫിന് നന്നായി സൗണ്ട് ഉണ്ടാക്കി വിസിൽ ചെയ്തു. All of the fishes stopped the party and went to dolphin. അപ്പോൾ എന്താണ് എല്ലാവരും പാർട്ടി നിർത്തിയിട്ട് ഡോൾഫിൻ്റെ അടുത്തേക്ക് പോയി. The dolphin said that the human are coming again to dump the plastic wastes in the sea. അപ്പോൾ എന്താണ് ഉണ്ടായ, ഹ്യൂമനൊക്കെ മനുഷ്യന്മാർ എന്ത് ചെയ്യാണ്, പ്ലാസ്റ്റിക് വേസ്റ്റ് ഇവിടെ ഇടാനായിട്ട് വരികയാണ്. All of them decided to drive the human out of the sea. അപ്പോൾ എല്ലാവരും എന്ത് തീരുമാനിച്ചു, ഈ മനുഷ്യന്മാരെ ഇവിടുന്ന് ഓടിക്കണമെന്ന് തീരുമാനിച്ചു. ബിക്കോസ് മെനി ഓഫ് ദെയർ ഫ്രണ്ട്സ് വർ ഡെഡ് ഈറ്റിംഗ് ദ പ്ലാസ്റ്റിക്സ്. എന്തുകൊണ്ടാണ് അവരുടെ ഒരുപാട് ഫ്രണ്ട്സ് ഇങ്ങനെ പ്ലാസ്റ്റിക് തിന്നിട്ട് മരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരങ്ങനെ ചിന്തിച്ചത്. Everyone went near to the boat. അപ്പോൾ എല്ലാവരും ബോട്ടിൻ്റെ അടുത്തേക്ക് പോയി. The whale hit the boat with his tail. അപ്പോൾ എന്താണ് ഈ വെയിൽ എന്ത് ചെയ്തു, വെയിലിൻ്റെ ടെയിൽ വെച്ചിട്ട് ഈ ബോട്ട് ഹിറ്റ് ചെയ്തു, അടിച്ചു. Then the human became afraid and they begged for their life. അപ്പോൾ എന്താണ് ഈ മനുഷ്യന്മാർക്ക് ആകെ പേടിയായി, അവരോട് അവരുടെ ജീവിതത്തിന് വേണ്ടി യാചിച്ചു. The princess warned and let them go. അപ്പോൾ പ്രിൻസസ് വാൺ ചെയ്തിട്ട് അവരോട് പോയിക്കോളാനായിട്ട് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സ്റ്റോറി. ഒരു ഷോർട്ടായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ ഇങ്ങനെയാണ് വരിക. ഓക്കെ, നമുക്ക് അടുത്ത ആക്ടിവിറ്റി എന്താണെന്ന് നോക്കി നോക്കാം. Then activity 14, observe the pictures, write a story in my creative space. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തിട്ട് ഒരു സ്റ്റോറി, മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളടത്ത് ഒരു സ്റ്റോറി എഴുതുക. ഓക്കെ, ഇതൊക്കെയാണ് പിക്ചേഴ്സ്. അപ്പോൾ ഈ പിക്ചേഴ്സ് കൂട്ടുകാർ നന്നായി ഒബ്സർവ് ചെയ്തിട്ട് മൈ ക്രിയേറ്റീവ് സ്പേസ് എന്നുള്ളടത്ത് സ്റ്റോറി എഴുതുക. All the vegetables in the village decided to conduct a dance party. അപ്പോൾ എന്താണ്, ഈ വില്ലേജിലുള്ള എല്ലാ വെജിറ്റബിൾസും ഒരു ഡാൻസ് പാർട്ടിക്ക് വേണ്ടി കണ്ടക്ട് ചെയ്തു. They fixed a day and started their dance party. അപ്പോൾ ഒരു ഡേ ഫിക്സ് ചെയ്തു, അവരവരുടെ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ബ്രിഞ്ചാൾ started the party. അപ്പോൾ ആരാണ് പാർട്ടി സ്റ്റാർട്ട് ചെയ്തത്, ബ്രിഞ്ചാളാണ് സ്റ്റാർട്ട് ചെയ്തത്. The eggplant started to sing a beautiful song. അപ്പോൾ എഗ് പ്ലാന്റ് എന്ത് ചെയ്തു, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ് പാടി. ആഫ്റ്റർ ദാറ്റ് cabbage sang a melody, a song. അപ്പോൾ അതിന് ശേഷം ക്യാബേജ് ഒരു പാട്ട് പാടി. പംകിൻ സ്റ്റെപ്പ് ടു മോഹിനിയാട്ടം ആൻഡ് പൊട്ടാറ്റോ പ്രസൻറ്റഡ് എ സിനിമാറ്റിക് ഡാൻസ്. അപ്പോൾ എന്താണ്, പംകിൻ മോഹിനിയാട്ടം കളിച്ചു. ദെൻ പൊട്ടാറ്റോ സിനിമാറ്റിക് ഡാൻസ് കളിച്ചു. സഡൻലി ദ സ്കൈ ഡാർക്കൻ വൈൽ ദ ക്യൂക്കംബർ ഡാൻസ് ഷോ. അപ്പോൾ എന്താണ്, ക്യൂക്കംബർ ഡാൻസ് ചെയ്യുമ്പോൾ എന്തായി, സ്കൈ ഡാർക്കൻ ചെയ്തു. A strong wind blew and it started raining heavily. എന്നിട്ട് എന്താ, മഴ പെയ്യാനായിട്ട് തുടങ്ങി. The poor vegetables were all soggy, sad and they all ran in different direction. പിന്നെ എന്ത് ചെയ്തു, ഈ വെജിറ്റബിൾസ് ഒക്കെ വെവ്വേറെ ഡയറക്ഷനിലേക്ക് ഓടി. Last activity 15, DigiTask. Video clip. We celebrate special occasions like birthday, marriage functions, housewarmings, local festivals, etc. Make a video clip with your commentary and send it to your teacher. അപ്പോൾ കൂട്ടുകാർക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്താണ്, ഒരു വീഡിയോ ക്ലിപ്പ് എടുക്കുക. അതായത് സെലിബ്രേഷൻസ്, ഒക്കേഷൻസ് ആയിട്ടുള്ള ബർത്ത്ഡേ അല്ലെങ്കിൽ മാരേജ് ഫംഗ്ഷൻ, ഹൗസ് വാമിങ്ങിനൊക്കെ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ കമൻട്രിയും കൂടെ ചേർത്തിട്ട് ടീച്ചർക്ക് അയച്ചു കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഓഡിയോ ഡയറി. റെക്കോർഡ് ആൻഡ് ഓഡിയോ ക്ലിപ്പ് നറേറ്റിംഗ് ആൻഡ് ഇൻട്രസ്റ്റിംഗ് ഇവൻറ്റ്സ് സച്ച് ആസ് ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻ, ഓണം സെലിബ്രേഷൻ എക്സെട്ര ഹെൽഡ് ഇൻ യുവർ സ്കൂൾ. അപ്പോൾ എന്താണ് അടുത്തത്, ഒരു ഓഡിയോ ഡയറി ഉണ്ടാക്കാനാണ്. അപ്പോൾ അതും കൂട്ടുകാർക്കുള്ള ആക്ടിവിറ്റിയാണ്, ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ആക്ടിവിറ്റീസ് ആയിരുന്നു ഈ യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.